ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീനസ് വില്ല എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ പുതിയൊരു സ്റ്റാർട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ് ടു ഷെയർ മൈ ഫൺ ആൻഡ് ഇൻട്രസ്റ്റിംഗ് കണ്ടൻറ്റ്സ് വിത്ത് യു ഓൾ. ആൻഡ് ബേസിക്കലി ഞാനിവിടെ കുറച്ച് റാൻഡമായിട്ട് എൻ്റെ ഫൺ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, കുക്കിംഗ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് നിങ്ങളുമായിട്ട്. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് UK ഒരു കുട്ടി ദ്വീപ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഐലൻഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ചില്ലായിട്ടുള്ളൊരു ഐലൻഡ് എന്ന് പറയാം. കുറച്ച് പേരെങ്കിലും കേട്ട് കാണുമല്ലോ, ദ ഐൽ ഓഫ് വൈറ്റ്. അതെ, നമ്മൾ ഇന്നിവിടെ ആദ്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ദ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. നിക്ക് നിങ്ങൾ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ആ ബെൽ ബട്ടണിനോട് ഒന്ന് അമർത്താൻ മറക്കരുത്. സോ ബേസിക്കലി നമ്മൾ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലം എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ അവിടെ എത്തിപ്പെടാം എന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കാം. ഞാൻ ബേസിക്കലി ലണ്ടൻ ആയതുകൊണ്ട് തന്നെ ലണ്ടനിൽ നിന്ന് ഞാൻ ബസ്സിൽ ആണ് ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോയത്. ഞാൻ ബസ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബസ് കുറച്ച് ചീപ്പറാണല്ലോ, അതുകൊണ്ടാണ്. ബസ്സിൽ എനിക്ക് വന്നത് 9 പൗണ്ടാണ് ഫ്രം ലണ്ടൻ വിക്ടോറിയ ടു പോർട്സ്മൗത്ത് ദ ഹാർട്ട് ഇന്റർചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക്. അവിടെ നിന്ന് നമ്മൾ ഫെറി കയറിയിട്ടാണ് ഈ ഐലൻഡിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് either ട്രെയിൻ അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യാവുന്നതാണ്. ബസ് നിങ്ങൾക്ക് നാഷണൽ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഫ്ലിക്സ് ബസ്സോ മെഗാ ബസ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ പോർട്സ്മൗത്ത് ദ ഹാർട്ട് ഇന്റർചേഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഫെറി കയറണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ ഫെറിക്ക് ടിക്കറ്റ് ചാർജ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ആരുടെയെങ്കിലും കയ്യിൽ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ റിലേറ്റീവ്സിൻ്റെ കയ്യിലോ ആരുടെയെങ്കിലും കയ്യിൽ ബ്ലൂ ലൈറ്റ് കാർഡോ ടെസ്കോ റിവാർഡ്സോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് മാക്സിമം ഫെറിയുടെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. കുറച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അല്ലെങ്കിൽ പെർ ഹെഡ് 40 പൗണ്ട്സ് ഒക്കെ ആകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫെറിയിൽ നിങ്ങൾക്ക് കാറ് കൊണ്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഐലൻഡിലേക്ക് നിങ്ങൾക്ക് എന്ത് വെഹിക്കിൾ വേണമെങ്കിലും കൊണ്ടുവരാവുന്നതാണ്. വെഹിക്കിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെയും വരാവുന്നതാണ്. പാസഞ്ചർ ഓൺലി ആയിട്ടും വരാവുന്നതാണ്. എന്താണെങ്കിലും ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ മെത്തേഡ്സ് ഏതെങ്കിലും ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. പിന്നെ കുറച്ച് ഫെറിയുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ വൈറ്റ് ലിങ്ക്, റെഡ് ജെറ്റ്, റെഡ് ഫണൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ സ്കോട്ട്ലൻഡ് ആ സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ബേസിക്കലി വന്നിറങ്ങുന്നത് സൗത്താംപ്ടൺ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. ഫ്രം സൗത്താംപ്ടണിൽ നിന്നാണ് നിങ്ങൾ ഫെറി കയറി ഈ ഐലൻഡിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് ഉപയോഗിക്കാവുന്നതാണ്. ബട്ട് ബസ്സിന് നോർമലി ചാർജ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏത് ബസ് കയറിയാലും 3 പൗണ്ട് ആവും. ലണ്ടനിലെ കൂട്ട് 1.75 അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ എല്ലാവരും സദേൺ വെക്ടീസ് എന്ന് പറയുന്ന ഒരു ആപ്പിൽ ത്രൂ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതായിരിക്കും. അതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിഷ്യൽ. കാരണം അതിൽ 5 to 10 പൗണ്ട്സ് ഒക്കെ ടിക്കറ്റ് ചാർജ് വരത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പോകാം. പ്ലസ് കൂടുതൽ പ്ലസ് ചാർജ് അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒന്നും വരത്തില്ല. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഓൾമോസ്റ്റ് ഉള്ള കാര്യങ്ങളും രീതികളും ഒക്കെ. സോ നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാം. എനിക്കിവിടെ ഫസ്റ്റ്ലി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻലി എനിക്ക് പോകണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലമാണ് ദ നീഡിൽ. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഐക്കോണിക് സ്ഥലമാണ്. എന്താ പറയാ, നീഡിൽ എന്ന് പറയുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ്സ് ലൈക്ക് ഹ്യൂജ് വൈഡ് റോക്സ്. ഓഷനിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നും. ഭയങ്കര ഐക്കോണിക് വ്യൂ തന്നെയാണ് അതൊന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ അടുത്തൊരു ചെയർ ലിഫ്റ്റ് റൈഡ് ഉണ്ട്. മുകളിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകുമ്പോഴേ ഒരു ഫീലാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നീഡിൽ എന്ന് പറയുന്ന സ്ഥലം എല്ലാവരെയും പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം. സെക്കൻഡ്, നമ്മൾ പോകാൻ പോകുന്നത് ഷാങ്ലിൻ ഷൈൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ഒരു നാച്ചുറൽ വാലി പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. കുറേ അധികം വാട്ടർഫോൾസും സ്മോൾ ബ്രിഡ്ജസും ട്രീസും ഒക്കെ ആയിട്ട്. രാത്രിയിലൊക്കെ ആണെങ്കിൽ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരിക്കും. കാരണം ഒരു ഡ്രീമി വൈബാണ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട്. ഇനി അടുത്താണ് ഓസ്ബോൺ ഹൗസ്. എനിക്ക് തോന്നുന്നു ഓസ്ബോൺ ഹൗസ് ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ക്യൂൻസ് വിക്ടോറിയാസ് ഹോളിഡേ പാലസ് ആണത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു റോയൽ ഫീലാണ്. കാരണം അവിടുത്തെ ഇന്റീരിയേഴ്സും ബീച്ച് ആക്സസും ഗാർഡനും ഒക്കെ
നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കുള്ളൊരു പോഷ് ലൈഫാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടെ അങ്ങനെയൊക്കെ നിന്നപ്പം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൈക്ക് സ്റ്റീം റെയിൽവേ. അത് നമ്മുടെ സെൻട്രായിട്ട് വരും, നമ്മുടെ ഐൽ ഓഫ് വൈറ്റിൻ്റെ ഒക്കെ ഒരു സെൻട്രലായിട്ട് വരും. സ്റ്റീം റെയിൽവേ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തായിരിക്കും എന്ന്. അതെ, ഒരു ഓൾഡ് ഈസ് ഗോൾഡ്. ഓൾഡ് എപ്പോഴും ഒരു ഗോൾഡ് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക്. അതെ, ഒരു വിൻറ്റേജ് ട്രെയിൻ റൈഡ് തന്നെയാണത്. ഒരു കാം ആയിട്ടുള്ളൊരു സൈഡാണ്. പിന്നെന്താ, ഒരു കൺട്രി വ്യൂ ആണ്. ലൈക്ക് ഒരു പ്രോപ്പർ ഓൾഡ് സ്കൂൾ ബ്രിട്ടീഷ് സ്റ്റൈലാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ദാറ്റ് ഈസ് ദ ഗാർലിക് ഫാം. ഇവിടെ നമുക്ക് പറയാൻ എന്താ എസ്പെഷ്യലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ടുള്ള ഒരു ഗാർലിക് ഐസ്ക്രീം ഉണ്ട്. അത് ഭയങ്കര സൂപ്പർ ടേസ്റ്റി ആണ്. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് മാഡ്. എല്ലാവരും അത് ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദാറ്റ് ദ വെന്റിനോർ ബൊട്ടാണിക് ഗാർഡൻ. അത് ഭയങ്കര എന്താ പറയുക, വൈകുന്നേരങ്ങളിലൊക്കെ പോയിട്ട് നല്ല സൂപ്പർ ഷില്ലടിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ട് തന്നെയാണ്. അവിടെ നമുക്ക് ഒരുപാട് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് കാണാം, ബട്ടർഫ്ലൈസിനെ കാണാം, പിന്നെ കുറേ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. ആൻഡ് പിന്നെ എന്താ ഫോട്ടോജനിക് ആയിട്ടുള്ളവർക്കൊക്കെ കുറേ അധികം ഇൻസ്റ്റാ റെഡി ഫ്രെയിംസ് ഉള്ള സ്ഥലം പോലെ ഇരിക്കും എല്ലായിടങ്ങളും. ആൻഡ് ദാറ്റ് ഓൾസോ എ മസ്റ്റ് ഗോ പ്ലേസ്. ആൻഡ് പിന്നെന്താ പറയുക, ഇതൊക്കെ കൊണ്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന സ്ഥലം ആകർഷിച്ചത്. ആൻഡ് എല്ലാവരും പോകണം, എല്ലാവരും പോയി കാണണം, മസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഇതുപോലുള്ള ഒരു പുതിയ ഫൺ ആൻഡ് ഫ്രഷ് കണ്ടന്റുമായിട്ട് വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.